സുഹൃത്തുക്കളെ, എൻ്റെ ഈ ബാക്കിൽ കാണുന്ന കെട്ടിടം ഉയർന്നത് മക്കളില്ലാത്ത, കുടുംബക്കാരില്ലാത്ത കിടപ്പ് രോഗികൾക്ക് വേണ്ടിയിട്ട് ഉയർന്ന. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പിലേക്കൊന്ന് ഷെയർ ചെയ്യണം. ഇതൊരു താഴ്മയായ അപേക്ഷയാണ്. പാവപ്പെട്ട ആളുകളെ നോക്കുന്ന രീതിയിലേക്ക് പോകുന്നതിനാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. ഈ ബിൽഡിംഗ് പൂർത്തിയാവാൻ വേണ്ടി നിങ്ങളുടെ സഹായ സഹകരണം ഉറപ്പായിട്ട് വേണമെന്നുള്ള ഒറ്റ പ്രതിജ്ഞയിലാണ് ഈ വീഡിയോ പുറത്തുവിടുന്നത്. വൃദ്ധരായ അതുപോലെ കിടപ്പിലായ രോഗികളെ നോക്കി സംരക്ഷിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് ഞങ്ങൾ ഏറ്റെടുത്തത്. ഒരു പൈസയും വാങ്ങാതെയാണ് ഞങ്ങളിത് നടത്തുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരൂർ ആശ്രയം കെയർ ഹോമിലാണ്. പാവപ്പെട്ട ആളുകളൊക്കെ നോക്കാൻ പല ആളുകളൊക്കെ സന്നദ്ധരാണ്. പക്ഷേ പല ആളുകളൊക്കെ നോക്കാൻ കഴിയാത്ത രീതിയിലേക്ക് പലയിടത്തും കൊണ്ടാക്കുന്നുണ്ട്. അതുമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടെ ഉള്ളത്. അതായത് 10 പൈസ പ്രതിഫലം വാങ്ങാതെയാണ് ഇവിടെ നോക്കുന്നത് എന്നുകൂടെ എനിക്ക് അറിഞ്ഞപ്പോൾ വലിയ സന്തോഷമുണ്ട്. ഞാൻ അവരുടെ കൂടെ കുറച്ച് സമയം പങ്കിട്ടിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കുറച്ചുകൂടെ കൂടുതൽ ആളുകളെ താമസിപ്പിക്കാനുള്ള ഒരു പദ്ധതിയിലാണ്. അപ്പോൾ ആ പദ്ധതിയുമായിട്ട് നിങ്ങൾ സഹകരിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. 5/2/2022 നമ്മൾ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുന്നത്. ആലത്തിയൂരുള്ള ഒരു അച്ഛനും അമ്മയ്ക്കും വേണ്ടി. അവരെ മക്കളുണ്ടായിരുന്നില്ല. 16 വർഷം നമ്മൾ പോയി അവരെ വീട്ടിൽ പോയി ഡെയിലി അവർക്ക് വേണ്ടിയ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് പിന്നെ അവരെ ഏറ്റെടുക്കാൻ അവരുടെ ബന്ധുക്കളാരും തയ്യാറാകാത്തപ്പോൾ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനൊരു വീട് വാടകയ്ക്ക് എടുത്തതും അവരെ ഇവിടെ കൊണ്ടുവന്നതും. അതുവരെ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ പല ഭാഗത്തുനിന്നും പല പാലിയേറ്റീവ് ക്ലിനിക്കിൽ നിന്നും വിളി വന്നു. ഇങ്ങനെയുള്ള ആളുകളുണ്ട്. നിങ്ങൾ എടുക്കുന്നത് എത്രത്തിലുള്ള ആളുകളെ? നമ്മൾ എടുക്കുന്നത് നോക്കാൻ ആളില്ലാത്ത, മക്കളിൽ നോക്കാൻ ആളില്ലാത്ത കിടപ്പിലായി പോയ രോഗികളെയാണ് കൂടുതലും എടുക്കല്. പരസഹായം വേണ്ടവരെ, അതായത് അവരെയാണ് എടുക്കാൻ ആരും മടിക്കുന്നത് അല്ലേ? അതായത് അസുഖബാധിതരായി കിടപ്പിലായ രോഗികൾ ആരും എടുക്കില്ല. അതായത് ബാധ്യത കൂടുന്ന വെച്ചിട്ടില്ലേ? 10 പൈസ പ്രതിഫലം വാങ്ങാതെയാണ് ഈ ഒരു സംഭവം ചെയ്യുന്നവര്. ഒറ്റപ്പെട്ടു പോയ അമ്മമാരെ ഞാനിവിടെ ഇരുന്ന് കുറച്ച് പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ അവർക്ക് ഭയങ്കര വലിയ രീതിയിലേക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് പോവുക എന്നുള്ളതാണ്. സംസാരിക്കാൻ കഴിയാത്ത അവരൊക്കെ ഇവിടെ വന്ന് പാട്ട് പാടുന്നു എന്നുള്ളത് തന്നെ വലിയ സന്തോഷമാണ്. അത്ര രീതിയിലേക്ക് ഞാൻ ഒരു പാട്ട് പാടി. പക്ഷെ ഞങ്ങൾ ആദ്യം തന്നെ ഈ സ്ഥാപനം തുടങ്ങുമ്പോൾ ഞങ്ങളൊരു പോളിസി ഇവിടെയുള്ള ആളുകളെ പുറത്തേക്ക് ആളുകൾക്ക് കാണിച്ചു കൊടുത്തിട്ട്, അതായത് അവരുടെ ദയനീയ അവസ്ഥ പുറമേയുള്ള ആളുകൾക്ക് കാണിച്ചു കൊടുത്തിട്ടുള്ളൊരു ഫണ്ട് കളക്ഷനോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ആരും ഒന്നും തരണം എന്നുള്ളൊരു അതില്ല. അത് അവർക്ക് ഉണ്ട് അഭിമാനം. അവരും ബന്ധുക്കളും ഒരു കാലത്ത് അത്രയും പ്രജാപതികളായിട്ട് അല്ലെങ്കിൽ അത്ര നല്ല കുടുംബത്തിൽ ജനിച്ച് വളർന്ന് ജീവിച്ചവരാണ്. ഒരു സാഹചര്യം കൊണ്ടാണ് അവർ ഈ അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടത്. അപ്പോൾ അവരുടെ അഭിമാനത്തെ പണയം വെച്ചുകൊണ്ട് ഒരു ഫണ്ട് നമുക്ക് ആവശ്യം ഇല്ല എന്നുള്ള രീതിയിൽ ആദ്യം തന്നെ ഞങ്ങൾ കയറി വരുന്നിടത്ത് തന്നെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ആരെയും ഫോട്ടോ എടുക്കരുത്, അവരൊപ്പം വീഡിയോ എടുക്കരുത്, നിങ്ങൾ കൊടുക്കരുത്. നിങ്ങൾ പാടിയത് കാണിച്ചോളി, പക്ഷെ അവര് പാടിയത് ഒരു കാരണവശാലും നിങ്ങൾ കാണിക്കില്ല. നമുക്ക് യോജിപ്പില്ല. ഞങ്ങൾ ഈ പാലിയേറ്റീവ് ക്ലിനിക്കിൽ നിന്നാണ് ഞങ്ങൾ ഈ ഒരു സ്ഥാപനത്തിലേക്ക് എത്തിയത്. പാലിയേറ്റീവ് എന്ന് പറയുന്നത് കിടപ്പിലായി പോയ രോഗികളുടെ അഭിമാനത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അവരുടെ അഭിമാനം അവരുടെ എല്ലാം നോക്കിയിട്ടാണ് അവർക്കുള്ള സ്വാതന്ത്ര്യ ചികിത്സ കൊടുക്കുന്നത്. അപ്പോൾ അവിടുന്ന് നമ്മളെ അടുത്തേക്ക് എത്തുമ്പോഴും അവരുടെ അഭിമാനത്തിന് ക്ഷതം സംഭവിക്കാൻ പാടില്ല. കാരണം സിമ്പതി അല്ല ഇത് എമ്പതിയാണ്. അതായത് നാളെ ഞാൻ ഈ അവസ്ഥയിലേക്ക് എത്തിയാൽ, എൻ്റെ വീട്ടുകാരെത്തിയാൽ നമ്മളെ എങ്ങനെയാണോ നമുക്ക് എല്ലാവർക്കും ഒരു മനുഷ്യൻ ഭൂമിയിൽ വീഴുമ്പം തന്നെ അവരും അഭിമാനമുണ്ട്. ആ അഭിമാനത്തെ പണയം വെക്കാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ സാഹചര്യം കൊണ്ട് പലരും അതിന് അടിമപ്പെട്ടു പോവുകയാണ്. അപ്പം അങ്ങനെ ഒരു ഇത് ഒരിക്കലും ചെയ്യരുത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്. ആരോരും നോക്കി സംരക്ഷിക്കാൻ തയ്യാറില്ലാത്ത വൃദ്ധരായ അതുപോലെ കിടപ്പിലായ രോഗികളെ നോക്കി സംരക്ഷിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് ഞങ്ങൾ ഏറ്റെടുത്തത്. ഒരു പൈസയും വാങ്ങാതെയാണ് ഞങ്ങളിത് നടത്തുന്നത്. ഇപ്പോൾ ഇതുവരെ 28 പേരെ നമുക്കിവിടെ ഈ ആശ്രയം കെയർ ഹോമിൽ ഒരു വാടക വീട്ടിൽ 2022 ഫെബ്രുവരി 5 തുടങ്ങിയതാണ്. അവിടെ ഒരു അച്ഛനെയും അമ്മയും കൊണ്ടുവന്നിട്ടാണ് തുടങ്ങിയത്. പിന്നീടാണ് മറ്റുള്ളവരൊക്കെ എത്തിയത്. ഈ 4 കൊല്ലത്തിൻ്റെ ഇടയിൽ 13 പേർ അവിടുന്ന് മരിച്ചുപോയി. ഇപ്പോൾ അവിടെ 10 പേരുണ്ട്. 52 പേര് നമ്മളെ വേണ്ടി വിളിച്ചിട്ടുണ്ട്, ഇവിടെ അഡ്മിഷന് വേണ്ടി വിളിച്ചിട്ടുണ്ട്. സ്ഥലം സൗകര്യം ഇല്ലാത്തതുകൊണ്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിൽ നിന്ന് സാന്ത്വന പരിചരണത്തിനായി പോകുമ്പോഴേ കിടപ്പിലായ രോഗികളെ കാണുന്നുണ്ട്. അങ്ങനെ ആരും ശ്രദ്ധിക്കാനില്ലാതെ നോക്കി സംരക്ഷിക്കാനില്ലാതെ വന്നപ്പോഴാണ് ആ അച്ഛനെയും അമ്മയെയും നമ്മൾ കൊണ്ടുവന്നത്. കഴിഞ്ഞ 2 വർഷം മുമ്പ് അവർ 2 പേരും അവിടുന്ന് മരിച്ചു. ഇപ്പോൾ 13 പേര് മൊത്തത്തിൽ അവിടുന്ന് മരിച്ചുപോയി. ആരും ഇല്ലാത്തവരെ നോക്കി സംരക്ഷിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. ബെഡിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന രോഗി വരെ അവിടെ ഉണ്ട്. അത് വളരെ നല്ല രീതിയിൽ അവർക്ക് സന്തോഷം ലഭിക്കുന്ന രീതിയിൽ അവർക്ക് വേണ്ട കെയർ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് ഈ കെട്ടിടം
ഇവിടെ വരുന്നത്. ഇത്രയും വരെ എത്താൻ സുമനസ്സുകളുടെ സഹായ സഹകരണമാണ് ഉണ്ടായത്. ഇത് പൂർത്തിയാക്കാൻ ഇനിയും 1.5 കോടി രൂപ വേണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. 1.5 കോടി രൂപ ഉണ്ടെങ്കിൽ കുറെ അമ്മമാർക്ക് ഇവിടെ സുഖമായിട്ട് കിടന്നുറങ്ങാൻ കഴിയും. നിങ്ങളാൽ കഴിയുന്ന രീതിയിലേക്ക് സഹായിക്കുക. കൊടുക്കേണ്ട സ്ഥലത്താണ് നമ്മൾ കൊടുക്കേണ്ടത്. എത്തിപ്പെടേണ്ട കൈകളിൽ എത്തിപ്പെടുക എന്നുള്ളതാണ്. നിങ്ങളാൽ കഴിയുന്ന രീതിയിലേക്ക് എല്ലാവരും സഹായിക്കുക. സഹായിക്കാൻ കഴിയാത്ത ആളുകൾ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. എന്തായാലും നിങ്ങളൊക്കെ പ്രതീക്ഷിച്ചാണ്, നിങ്ങളെ മാത്രം പ്രതീക്ഷിച്ചാണ് പാവപ്പെട്ട കിടപ്പ് രോഗികളെ സന്തോഷമായിട്ട് ജീവിക്കുക എന്നുള്ള ഒറ്റ പദ്ധതിയിലൂടെയാണ് ഈ സംഭവം പോകുന്നത്. അപ്പൊ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക. കഴിയുന്ന എല്ലാവരും സഹായിക്കുക കേട്ടോ.